ഇത് 2007 മോഡൽ വാഗണാറാണ്. 2007, 2008 രജിസ്ട്രേഷൻ. ഇത് 2014 നാനോ ട്വിസ്റ്റാണ്. AC പവർ വിൻഡോ എക്സ്ട്രാ ആയിട്ട് വരുന്നത് പവർ സ്റ്റിയറിംഗ് വരും. അതാണ് ട്വിസ്റ്റ് എന്നുള്ള വേരിയൻ്റെ പ്രത്യേകത. 2015 എക്കോസ്പോർട്ട് ടൈറ്റാനിയം എന്നുള്ള വേരിയൻ്റാണ്. സിംഗിൾ ഓണർഷിപ്പ്. ഇതും ഫുള്ള് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെയാണ്. 5 നല്ല പുതിയ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 2015-16 രജിസ്ട്രേഷൻ ഡിസയറാണ്. VXI വേരിയൻ്റാണ്. ഇത് വന്നിട്ടൊരു ഡോക്ടർ യൂസ്ഡ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇത് 2007 MBFI 800 ആണ്. AC ആണ്. ACയും കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. ഇഞ്ചക്ടർ വണ്ടി ആയതുകൊണ്ട് തന്നെ വേറെ മിസ്സിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വണ്ടി അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ല. 27 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ വലിയ കുന്ന് എന്ന് പറയുന്ന ഭാഗത്തുള്ള റോയൽ റൈഡ് എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. നമ്മളിത് കഴിഞ്ഞ മാസം ഇവിടെ പുതുതായിട്ട് തുടങ്ങിയ സ്ഥാപനത്തിൻ്റെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ്. അത്യാവശ്യം നല്ല വീഡിയോ ആയിരുന്നു. അതേപോലെ തന്നെ അത്യാവശ്യം കച്ചവടം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ പേരിൽ നമ്മൾ ഓണം പ്രമാണിച്ചുള്ള ഓണം എത്തിയല്ലോ. അപ്പോൾ അതിൻ്റേതായ ഓഫറുകൾ കാര്യങ്ങളൊക്കെ ഇട്ട് 45,000 രൂപ, 68,000 രൂപ, 80,000 രൂപ ആ രൂപയ്ക്കൊക്കെ തുടങ്ങി മേളിലോട്ട് വരുന്ന ടൈപ്പ് വണ്ടികൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല വണ്ടികൾ കിടപ്പുണ്ട്. സ്റ്റോക്ക് ഇഷ്ടംപോലെ വന്ന് കിടപ്പുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലൊക്കെ ഉള്ള നല്ല നല്ല വണ്ടികൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെ വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഇത് 2015-16 രജിസ്ട്രേഷൻ ഡിസയറാണ്. VXI വേരിയൻ്റാണ്. ഇത് വന്നിട്ടൊരു ഡോക്ടർ യൂസ്ഡ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അപ്പോൾ കിലോമീറ്ററൊക്കെ ജെന്യൂനാണ്. കിലോമീറ്റർ എല്ലാം ജെന്യൂനാണ്. 124 ഓടിയിട്ടുണ്ട്. പക്ഷേ സർവീസാണ്. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല. പ്രോപ്പർ സർവീസാണ്. പക്ക ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന വണ്ടിയാണ്. VXI ആണ്. പെട്രോളാണ്. ബാക്ക് സൈഡൊക്കെ കാണാൻ വൃത്തിയുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ആരായാലും വൃത്തിയായിട്ട് ഉപയോഗിച്ചാണ്. ഡോക്ടർ എന്നുള്ളതുകൊണ്ടല്ല, അല്ലാതെ തന്നെ വൃത്തിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. വലിയ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഓക്കെ, വൃത്തിയുള്ളൊരു വണ്ടി. ചോദ്യം എത്രയാണ്? ഇത് 430 നമുക്കൊരു 410 റേഞ്ചിനൊക്കെ ലാസ്റ്റ് ചെയ്യാം. 410. അതെ. ഓക്കെ. ഇപ്പോഴും ഷോറൂം ഇൻഷുറൻസും കാര്യങ്ങളൊക്കെയാണ് എടുത്തേക്കുന്നത്. 2 ടയറൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സും കിടപ്പുണ്ട്. ഓവറോൾ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പോൾ. ഇത്രയും കിലോമീറ്റർ ഓടിയെങ്കിലും നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട്. ഇത് വന്നിട്ട് 2017 മോഡൽ ഡിസയർ VDI ആണ്. ഡീസലാണ്. ഇത് വന്നിട്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു. 73,000 കിലോമീറ്റർ. കമ്പനി സർവീസ് തന്നെയാണ്. ടയറും കാര്യങ്ങളൊക്കെ ഇതുവരെയുള്ള എല്ലാം ഏതാ? ഇതുവരെ അതെ. ഇതും ഫോട്ടോ പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നില്ല എന്നുള്ളതാണ്. അതെ, അത് ZDA വരുന്നത്. ഇത് VDI ആണ്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വൃത്തിയായിട്ടിരിപ്പോൾ ഒന്നും കുഴപ്പമില്ല. ടയേഴ്സ് ആവറേജാണ്. ബാക്ക് കിടക്കുന്ന ടയർ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. റീപ്ലേസ് ഉണ്ടോ? ഇല്ല. ഈ സൈഡും ടയർ ആവറേജ് ടയർ. വലിയ പോറലോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം വൃത്തിയായിട്ട് മനയായിട്ട് ഇരിക്കുന്ന ഒരു വണ്ടി. എത്ര ചോദ്യം? ഇത് 5.25 നമുക്കൊരു 510 കൊടുക്കാം. 510. അതെ. 2015 എക്കോസ്പോർട്ട് ടൈറ്റാനിയം എന്നുള്ള വേരിയൻ്റാണ്. സിംഗിൾ ഓണർഷിപ്പ്. ഇതും ഫുള്ള് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെയാണ്. 5 നല്ല പുതിയ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനി സർവീസാണ്. നിലവിൽ 135 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് ഫുള്ള് കമ്പനി സർവീസാണ്. പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. വണ്ടി കാണാൻ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. വണ്ടിക്ക് അകമൊക്കെ അതിൻ്റേതായ വൃത്തിയുണ്ട്. നല്ല വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ തന്നെ വൃത്തിയായിട്ടിരിക്കുകയാണ്. സീറ്റ് കവർ കീറി പറഞ്ഞ് അങ്ങനെയൊന്നിരിക്കുകയല്ല. ആ രീതിയിൽ വൃത്തിയുണ്ട്. മാനുവലാണ്. ഫോട്ടോ പവറിൻ്റെയും മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്ന മോഡലാണ്. എത്ര ചോദ്യം? ഇത് വന്നിട്ട് 460 നമുക്കൊരു 435 തന്നെ കൊടുക്കാം. 435 ലാസ്റ്റ് പ്രൈസാണോ? ഏതാ ലാസ്റ്റ് പ്രൈസാണോ? നോക്കാം. നമുക്ക് മാക്സിമം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ശ്രമിക്കാം. നമുക്ക് മാക്സിമം ഇപ്പോൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ്. മൈലേജ് എന്താണ്? 20+ എന്തായാലും മൈലേജ് കിട്ടും. എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റും? ഇതിപ്പോൾ ഏകദേശം ഒരു 3.5 റേഞ്ച് ഫിനാൻസ് കയറും. 3.5-3.25 റേഞ്ച് ഫിനാൻസ് കയറും. ചോദിക്കുന്നത് എത്ര? 460 നമുക്കൊരു 4 ഒന്നടുപ്പിച്ച് കൊണ്ടുവരണം അല്ലേ? ഏതാ? ഒന്നടുപ്പിച്ച് കൊണ്ടുവരണം.
അതായത് 4 രൂപ വരെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കസ്റ്റമറിൻ്റെ പ്രൊഫൈലാണ്, അതുകൊണ്ട് നമ്മളത് പറയത്തില്ല. 3.5 3.25 സേഫ് റേറ്റ് ആണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇത് 2012 മോഡൽ XUV 500 W8 എന്നുള്ള വേരിയൻ്റ് ആണ്. അന്നത്തെ ടോപ്പിൻ്റെ ആണ്. അതിന് ശേഷമാണ് W10 ഒക്കെ ഇറങ്ങിയത്. അന്നത്തെ ടോപ്പിൻ്റെ ടയറും കാര്യങ്ങളെല്ലാം അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ടയറും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത്. പിന്നെ എല്ലാ ഓപ്ഷനും വർക്കിംഗ് ആണ്, അതാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ എല്ലാ ഫംഗ്ഷനും. അതെ, നമ്മളെ സ്റ്റിയറിംഗ് കൺട്രോൾ ഉൾപ്പെടെ A to Z എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന അതാണ്. ഓക്കെ, ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. അതെ, ഇതേ സേഫ്റ്റി ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ എയർ ബാഗ് എത്രയാണെന്ന് അറിയാമോ? എയർ ബാഗ് 4 or 6 അല്ല 4 വരത്തുള്ളൂ. ആ റേഞ്ച് വരത്തുള്ളൂ. ഓക്കെ, സീറ്റ് കവറൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുന്നത്, വണ്ടിക്ക് അകമൊക്കെ നല്ല വൃത്തിയുണ്ടാകുന്നും കുഴപ്പമില്ല. ഇവിടെ മാത്രം ചെറിയൊരു ഊട്ടുണ്ട്. അല്ല, അത് അവിടെ ഒരു പീസ് വരും, നമ്മൾ ഈ സ്കർട്ടിങ് പോലത്തെ പീസ് വരും. ആ പീസ് പൊട്ടിപ്പോയതാണ്, അതിൻ്റെ ക്ലിപ്പ് വരുന്നത്. അത് വെച്ചാൽ കറക്റ്റാകും. ഓക്കെ ഓക്കെ. ടയേഴ്സ് അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്, മണ്ടൻ ടയറാണ് കിടക്കുന്നത്. ഓക്കെ, എത്ര ചോദ്യം എത്രയാണ്? ഇത് നമ്മൾ ഇവിടെ വില ഇട്ടേക്കുന്നത് 450 നമുക്ക് ഒരു 4.25 കൊടുക്കാൻ പറ്റും. ഇത് കിലോമീറ്റർ എത്രയായിരുന്നു? നിലവിൽ 1.48. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഇല്ല. ഡീസൽ അല്ലേ? ഡീസലാണ്. മൈലേജ് എന്താ കാണും? മൈലേജ് ഒരു 12 to 14 റേഞ്ചിന് കിട്ടണം. ആ റേഞ്ച് കിട്ടും. ഈ ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, മാറിക്കിടക്കാണ്. വേറെ പറയത്തക്ക എന്തെങ്കിലും കംപ്ലൈൻസ്? അറിയത്തക്ക ഒരു കംപ്ലൈൻസും ഇല്ല. ഇത് 2012 ഇയോൺ മാഗ്ന പ്ലസ് എന്നുള്ള വേരിയൻ്റ് ആണ്. ഇത് വന്നിട്ട് നമുക്ക് 95 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി സിംഗിൾ ഓണർഷിപ്പാണ്. വണ്ടി ഓവറോൾ കൊള്ളാൻ കുഴപ്പമില്ല. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഇല്ല. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം, അത്യാവശ്യം നല്ല സീറ്റ് കവേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ടൂള് പവർ വിൻഡോസ് ആണ്. ഡോർ പാനൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കണം, ഒന്നും കുഴപ്പമില്ല. ടയേഴ്സ് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. എത്ര ചോദ്യം എത്രയാണ്? ഇത് നമുക്കൊരു 1.25 ഒരു 1.65 കൊടുക്കാം. അതിൽ ഏകദേശം ഒരു 1.125 മുകളിൽ ഫിനാൻസും കയറും. ഓക്കെ, ബാക്ക് ഈ ടയർ നല്ല ടയറാണ് വരുന്നത്. ഫ്രണ്ട് ഒരു ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. ടയേഴ്സ് ഒന്നും ഉടനെ മാറേണ്ടി വരുന്നില്ല, ആ രീതിയിലുള്ള ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. വണ്ടി കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ വണ്ടി ഇരിക്കുന്നത്. ഈ കാണിക്കുന്ന വണ്ടിക്ക് പകരം വേറെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതേതാണ്? അത് 2013 മോഡൽ ഇയോൺ ഡിലൈറ്റ് പ്ലസ് ആണ്. അത് വന്നിട്ട് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. 1.29 റേഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന്. കളർ തന്നെയാണ്, സെയിം കളറാണ്, എല്ലാം സെയിം ആണ്. 2013 ആണ്. ഡിലൈറ്റ് പ്ലസ് AC പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അത് നമുക്കൊരു 1.60 റേഞ്ചിനൊക്കെ കൊടുക്കാം. 2015 അമേസാണ്, എസ് വേരിയൻറ്റ്, ഡീസലാണ്, ID ടെക് എഞ്ചിൻ വരുന്നതാണ്. വണ്ടി കൊള്ളാൻ, സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ടയർ അത്യാവശ്യം കുഴപ്പമില്ല. 3rd ഓണർഷിപ്പാണ്. കിലോമീറ്റർ വന്നിട്ട് 1.25 ജെന്യൂൻ കിലോമീറ്ററാണ്. ഡീസലാ പെട്രോളാ? ഡീസലാണ്. ഇതിൻ്റെയും ടൈമിംഗ് വർക്ക് കഴിഞ്ഞ് കിടക്കണം. വേറെ കംപ്ലൈൻസുകൾ കാണുന്നില്ല. ഫോട്ടോ പവർ വിൻഡോ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അതെല്ലാം വരുന്നുണ്ട്. ഫോർമായിട്ടൊക്കെ കഴിച്ച് വൃത്തിയായിട്ട് കിടക്കുന്ന വണ്ടി തന്നെ, ഒന്നും കുഴപ്പമില്ല. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. ബാക്ക് സൈഡ് കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയർ ആവറേജ് ടയേഴ്സാണ് കിടക്കുന്നത്. എല്ലാം പഴകി, അത്രയേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇത് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, ബാക്ക് ഈ സൈഡും അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് ബമ്പറിൻ്റെ ആ ഒരു ഭാഗം മാത്രം ചെറിയൊരു ഇതുണ്ടല്ലേ, ചെറിയ വർക്ക്, ഒരു എഡ്ജ്, ചെറിയൊരു ആ ഒരു ഇത് മാത്രമേ ഞാൻ കണ്ടോളൂ. ഓവറോൾ വണ്ടി കാണാനൊക്കെ വൃത്തിയുണ്ട്, കുഴപ്പമില്ല. എത്ര ചോദ്യം? നമുക്കൊരു 3.50 3.35 കൊടുക്കാം. ഏകദേശം ഫുൾ എമൗണ്ട് ഫിനാൻസും കയറും. ഇത് 2016 ബെലീനോ ഡെൽറ്റ എന്നുള്ള വേരിയൻ്റ് ആണ്. വണ്ടി കൊള്ളാം, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പ്രോപ്പർ കമ്പനി സർവീസാണ്, വേറെ റീപ്ലേസ്മെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ വന്നിട്ട് 68 അകത്ത് ഓടിയിട്ടുണ്ട്, 67 ചില്ലറ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ്. വൃത്തിയായിട്ടിരിക്കുക. സ്റ്റിയറിംഗ് കൺട്രോൾസൊക്കെ ഉള്ള മോഡലാണ്. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണേ? അതെ. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ടയേഴ്സ് ആവറേജ് കൂടുതൽ ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്.
ഫ്രണ്ട് ടയർ രണ്ടും പുതിയതാണ്, ബാക്ക് രണ്ടും ആവറേജ് ആണ്. ഓക്കെ, വേറെ അപാകതകളൊന്നും കാണുന്നില്ല, പോറലോ സ്ക്രാച്ച് അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല. ആ രീതിയിൽ വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് ടയർ ആ ഒരു ആവറേജ് ലെവലിലാണ് ഇരിക്കുന്നത്. ഫ്രണ്ട് രണ്ടും പുതിയ ടയറാണ്. ഓക്കെ, എത്ര ചോദ്യം? നമുക്കിത് വന്നിട്ട് ഒരു 5.25, 5-10 റേഞ്ചിനൊക്കെ കൊടുക്കാം. അതെ. ഇത് 2017 സെലീറിയോ ZXi ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്, ഓട്ടോമാറ്റിക് ആണ്. ഇത് വന്നിട്ട് നമുക്ക് ഒരു വില ആണെങ്കിൽ നമുക്കൊരു 4.20, 4.10 റേഞ്ചിനൊക്കെ കൊടുക്കാൻ പറ്റും. കിലോമീറ്റർ വന്നിട്ട് 95 കിലോമീറ്റർ ഓടി. കമ്പനി സർവീസാണ്, സെക്കൻഡ് ഓണർഷിപ്പാണ്. ചെറിയ തോതിൽ സീറ്റൊക്കെ ഒന്ന് കീറിയിരിപ്പുണ്ട്. അല്ലാത്ത വർഷം വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കവർ കൊള്ളാം, കുഴപ്പമില്ല. ബാക്ക് ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. വേറെ പോറലോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ആ രീതിയിൽ വണ്ടി വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എത്ര ചോദ്യം? എത്ര? ഇത് വന്നിട്ട് നമുക്ക് 4.20 4.10 കൊടുക്കാം. 4.10 ഒരു 50 രൂപ 60 രൂപ ആ റേഞ്ചിനൊക്കെ ഇറക്കാൻ പറ്റും. മതിയാവും. 17 അല്ലേ? ഓട്ടോമാറ്റിക് ആണ്, ZXi ആണ്. മൈലേജ് എങ്ങനെയാണ്? മൈലേജ് ഈ AMT ആണല്ലോ, AMT ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു 18-20 റേഞ്ചിനകത്ത് കിട്ടണം. നമ്മളെ റൈഡിങ് പോലെ ഇരിക്കും. അതാണ് മെയിൻ. അതെ. ഇത് 2017 വേഗനാറാണ്, VXi വേരിയൻ്റ് ആണ്, ഓട്ടോമാറ്റിക് ആണ്. ഇത് വന്നിട്ട് 80,000 കിലോമീറ്റർ ആണ്. ടയർ 4 കാര്യങ്ങളെല്ലാം കൊള്ളാം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ്, കമ്പനി സർവീസാണ്. വണ്ടി കൊള്ളാം. ഇത് ഓട്ടോമാറ്റിക് ആണ്? അതെ, ഓട്ടോമാറ്റിക് ആണ്. VXi ഓട്ടോമാറ്റിക് ആണ്. ഓടോ പവർ വിൻഡോയും മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബാക്ക് ടയർ ആവറേജ് ആണ്, ഫ്രണ്ട് ടയർ കുറേ കൂടി ഉണ്ട്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല. വലിയ സ്ക്രാച്ചോ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ആ രീതിയിൽ ബോഡി കൊള്ളാം. ബോഡിയൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ട് ചെയ്ത്. പിന്നെ ഈ സ്ക്രാച്ചായിട്ടുണ്ട് എന്തോ ഒരു ചെറിയ പാട്, അല്ല വേറെ ഒന്നും കണ്ടില്ല. ഈ ടയർ അത്യാവശ്യം നല്ല ടയറാണ് കിടക്കുന്നത്. അപ്പുറത്തെ സൈഡ് അത്രയും വലിയ ടയറല്ല. എത്ര ചോദ്യം? എത്രയാണ്? ഇത് നമുക്ക് വന്നിട്ട് 4.15 അതിൽ പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് ഉൾപ്പെടെ ഒരു 4.5 കൊടുക്കാം. 4.5. അതെ. ഇത് 2017 കിഡ് ക്ലൈംബർ എഡിഷനാണ്, ഓട്ടോമാറ്റിക് ആണ്, RXT വേരിയൻ്റ് ആണ്. ഇത് വന്നിട്ട് 58 കിലോമീറ്റർ റേഞ്ച് ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് തേർഡാണ്. ആൻഡ്രോയിഡൊക്കെ ഇത് വരുന്നില്ലേ? അതെ. ഈ വണ്ടിക്കകം നല്ല വൃത്തിയായിട്ട് ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് എന്താണ്? ഇത് യൂസ് ചെയ്തിരുന്ന കസ്റ്റമർ പറഞ്ഞത് അവർക്ക് 20+ റേഞ്ച് 20 റേഞ്ച് എന്തായാലും കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മൈലേജ് ഉണ്ട് അത്യാവശ്യം. 4 ടയർ നല്ല ടയറാണ്. വേറെ പോറലോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. കളർ ഫെയ്ഡ് വന്നിട്ടില്ല. ആ രീതിയിൽ വണ്ടി കൊള്ളാം. ടയറാണ്, ഈ ടയറൊക്കെ നല്ല ടയറാണ് കിടക്കുന്നത്. ഓക്കെ, എത്ര ചോദ്യം? എത്രയാ? ഇത് നമുക്ക് 3.10 ഒരു 3 രൂപ റേഞ്ചിനൊക്കെ കൊടുക്കാൻ പറ്റും. 3. അതെ. ക്ലൈംബർ എഡിഷനാണ്, RXT വേരിയൻ്റ്. ഇത് 2007 മോഡൽ വേഗനാറാണ്. 2007, 2008 രജിസ്ട്രേഷൻ. 2027 ലാസ്റ്റ് വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ടയർ ആവറേജ്. ഓണർഷിപ്പ് ഒരു നിലവിൽ 4 or 5 റേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, വണ്ടി കുഴപ്പമില്ല, വലിയ വൃത്തികേടൊന്നും കാണുന്നില്ല. ഈ ഭാഗങ്ങളൊക്കെ ആണെങ്കിലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല. ഡോർ പാഡ് നോക്കിയാലും വലിയ ഭാഗപ്പഴകൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല. തുരുമ്പോ അങ്ങനെയൊന്നും കാണുന്നില്ല. വണ്ടി ബ്ലാക്ക് കളറാണ്. ഈ ഭാഗത്ത് നോക്കിയാലും വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. സീറ്റ് കവർ അങ്ങനെയുള്ളതൊന്നും മോശമായിട്ടൊന്നും ഇരിക്കില്ല. ഈ ഭാഗത്തിന് ഡോർ പാഡൊക്കെ നോക്കിയാലും വൃത്തിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ടയർ ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ് ഫ്രണ്ട് ഗ്ലാസ് ഉണ്ടോ? അല്ല സോറി, ഇല്ല. മറ്റേ വണ്ടിക്ക് തെറ്റിപ്പോയി. ഇത് അത്യാവശ്യം അതിനേക്കാൾ ടയറുണ്ട്, കൊള്ളാം, കുഴപ്പമില്ല. എത്ര ചോദ്യം? എത്രയാണ്? ഇത് നമുക്കൊരു 1.10 കൊടുക്കാം. 1.10. അതെ. 2027 ലാസ്റ്റ് പേപ്പറുണ്ട്. ഇത് 2007 MBFI 800 ആണ്, AC ആണ്. ACയും കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. ഇഞ്ചക്ടർ വണ്ടി ആയതുകൊണ്ട് തന്നെ വേറെ മിസ്സിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. വണ്ടി അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ല. 27 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. AC വർക്ക് ചെയ്യുമല്ലോ നല്ലപോലെ? വർക്കിംഗ് ആണ്. ഈ സീറ്റ് കവേഴ്സൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാലും
ആ ഒരു മെനയുണ്ട്, കുഴപ്പമില്ല. തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ബാക്ക് സൈഡ് നോക്കിയാലും ബാക്ക് സൈഡിൽ സീറ്റ് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഫ്ലോർ മാറ്റിൻ്റെ അതെല്ലാം കീറി പറഞ്ഞ് പോയി, അത് പുതിയത് വെക്കണം കേട്ടോ. ബാക്ക് സൈഡ് അതെ അതെ അതെ, അത് നിങ്ങൾ വെച്ച് കൊടുക്കുമോ അതോ ഈ കിടക്കുന്ന കണ്ടീഷൻ? കാണുന്ന കണ്ടീഷൻ അത്രയ്ക്കുള്ള വില വരുന്നുള്ളൂ. ഓക്കെ, എത്ര ചോദ്യം എത്രയാ? നമുക്കൊരു 68 രൂപയ്ക്ക് കൊടുക്കാം. 68. അതെ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. അത്യാവശ്യം വൃത്തിയായിട്ടൊരു പോണ്ട്. ഈ ബമ്പർ ഭാഗത്ത് മാത്രമാണ് ചെറിയതായിട്ടൊരു ഇത് കണ്ട, അല്ലാതെ വേറെ ഫാൾട്ടൊന്നും കണ്ടില്ല. ഇത്രയും വർഷമായിട്ടും ഇതൊക്കെ കൊള്ളാം. ഇതിൻ്റെ പേപ്പറൊക്കെ എത്ര ആളുണ്ട്? 27 ലാസ്റ്റ് പേപ്പർ. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞതിൻ്റെ ഒരു വൃത്തി വണ്ടിയിലുണ്ട്, പെയിൻറ്റ് ബേസ് ചെയ്ത്. ഇത് 2014 നാനോ ടിസ്റ്റാണ്. AC പവർ വിൻഡോ എക്സ്ട്രാ ആയിട്ട് വരുന്നത് പവർ സ്റ്റിയറിംഗ് വരും. അതാണ് ടിസ്റ്റ് എന്നുള്ള വേരിയൻ്റെ പ്രത്യേകത. ഇത് വന്നിട്ട് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. 64 റേഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടിക്കകം കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. സീറ്റ് കവറായിട്ട് ചെയ്തില്ല, അതേ മോഡൽ തന്നെ ഇടയ്ക്കാണ്. അല്ലാത്ത പക്ഷം വണ്ടി കാണാനൊക്കെ കൊള്ളാം, വൃത്തിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ചെറിയ നഖം കൊണ്ട് കീറിയ പോലുള്ള ചെറിയ ഇത് അല്ല, വേറെ ഒന്നും കണ്ടില്ല. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ടയർ ആവറേജ് അല്ലെങ്കിൽ ഒരു ആവറേജ് താഴെ വരാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചുകളുണ്ട്, അല്ല വേറെ ഒന്നും കണ്ടിട്ടില്ല. എത്ര ചോദ്യം? നമുക്കൊരു ഫൈനൽ ഒരു 80 രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റും. 80. അതിലെന്തെങ്കിലും കുറവുണ്ടാവുമോ? ടിസ്റ്റാണ് പക്ഷെ ടാറ്റ ഇത് ഞാനിപ്പോൾ ഇല്ലല്ലോ, അതിൻ്റെ പേരിൽ എന്തെങ്കിലും കുറയുമോ? നോക്കാം എന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ നമ്മൾ 90 രൂപയാണ് വില ഇട്ടേക്കുന്നത്. ഇതെന്താണ്? ഫ്രണ്ട് ഗ്ലാസ് ബ്രേക്ക് ഉണ്ട്, അത് മാറ്റി കൊടുക്കും. ഇതെന്താണ് സംഭവം? അല്ല, അതവിടെ ഒരു ആൻറ്റിന വന്നിരുന്നതാണ്. ആൻറ്റിന അവർ കസ്റ്റമർ ഊരി ചെയ്തുകൊണ്ടാണ്. വെള്ളം കയറുമോ? വെള്ളം കയറത്തില്ല. ഇല്ല. അത് അടിയിൽ നിന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് പൊട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അത് മാറി കൊടുക്കും. അതെ. ഓക്കെ, എല്ലാം കൂടി 80 രൂപ. 80 രൂപ. ഇത് 2014 നാനോ LX എന്നുള്ള വേരിയൻ്റാണ്. അത് വന്നിട്ട് നമുക്ക് AC 2 ഡോർ പവർ വിൻഡോ ആണ് വരുന്നത്. ACയും പവർ വിൻഡോ എല്ലാം വർക്കിംഗ് ആണ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് ഇത് പാർക്ക് ആൻഡ് സെയിലാണ്, സെക്കൻഡോ തേർഡോ ആണ്. ഓക്കെ, എന്തെങ്കിലും റീപ്ലേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ്സ് ഉണ്ട്. എന്താണ്? അല്ല, അത് ഈ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയായിട്ട് ഓടിക്കൊണ്ടിരുന്നതാണ് ഷോറൂമിൽ. അപ്പോൾ അതിൻ്റേതായ ഒരു മിക്സഡ് ആയിട്ടാണ്. ഗ്ലാസ് അങ്ങനെ ഗ്ലാസ്സിലൊക്കെ മിക്സഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ടയേഴ്സ് കുറവാണ്. ഫ്രണ്ട് ടയർ ആവറേജ് ഉണ്ട്, ബാക്ക് ടയർ കുറവാണ്. ബാക്ക് ടയർ രണ്ടും കുറവാണ്. അല്ലാതെ വേറെ ഇപ്പം ഈ ഗ്ലാസ്സുകൾ വ്യത്യാസം ഉണ്ടെന്നുള്ള, അല്ലാതെ ഈ ഫ്രണ്ട് സൈഡ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല, ചെറിയ ടച്ച് ആൻഡ് പോളിഷിനുള്ളതുണ്ട്. പക്ഷേ ഗ്ലാസ് മാറി എന്നുള്ളത് ഒരു പോരായ്മയാണ്. വ്യത്യസ്ത ഗ്ലാസ്സുകളാണ് കിടക്കുന്നതെന്നാണ് പറയുന്നത്. ഇത് 2016 Xcent CRD ഡീസൽ വണ്ടിയാണ്. ഇത് വന്നിട്ട് തേർഡ് ഓണർഷിപ്പിൽ നിൽക്കുകയാണ്. 72,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി അലോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊരു ഫ്രണ്ട് ബമ്പറിൻ്റെ ഒരു കോർണർ പെയിൻറ്റ് ടച്ച് ചെയ്യാനുണ്ട്. അവിടെയുണ്ട് ചെറിയ പരിപാടി. എന്ത് ഓടിയിട്ടുണ്ട്? 72. ഈ ആൻഡ്രോയിഡൊക്കെ പുറത്തേക്ക് വെച്ചല്ലേ? എല്ലാം ഉണ്ട്. അതെ, സീറ്റ് കവറും കാര്യങ്ങളും ആൻഡ്രോയിഡ് സിസ്റ്റം എല്ലാം ചെയ്തിട്ടുണ്ട്. 2016 കിലോമീറ്റർ ജെന്യുവാണ് ആവണം. കാരണം നമുക്ക് എടുത്ത കസ്റ്റമർ കുഴപ്പമില്ലാതെ അങ്ങനെ വേറെ ഒന്നും നമ്മളിത് സർവീസായിട്ടൊന്നും ഇല്ല. ടയർ ആവറേജ് താഴെ ഏകദേശം മൊട്ട ലെവലിൽ നിൽക്കുകയാണ്. അങ്ങായിട്ട് ചെറിയ പരിപാടികൾ ചെയ്യാനുണ്ട്. ഒരുപാടുണ്ട് എന്നുള്ളതല്ല, പക്ഷെ എന്നാലും നല്ല ഇങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. സ്ക്രാച്ചുണ്ട്. നല്ലൊരു അത്യാവശ്യം നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. എത്ര ചോദ്യം? നമുക്കിത് ഒരു 250 കൊടുക്കാം. 250 ഈ പറയുന്ന പോലെ അതും ഈ പറയുന്ന പോലെ പുതിയ ഇൻഷുറൻസ് എടുത്ത് 250 കൊടുക്കാം. ഏകദേശം ഒരു 240 റേഞ്ചൊക്കെ ഫിനാൻസ് കയറും. 240, 250 വരെയൊക്കെ ഫിനാൻസ് കയറും. അത് പ്രൊഫൈല് പോലെയാണ്, എന്നാലും 240 ഏകദേശം കയറും. ഇത് 2009 മോഡൽ ഇൻഡിക്ക വിസ്ത TDI ആണ്. വണ്ടി എൻജിൻ സൈഡാണെങ്കിലും ബോഡിയും കാര്യങ്ങളെല്ലാം കൊള്ളാം, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അത്യാവശ്യം ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പഴയ സീറ്റ് കവറാണ്, പക്ഷേ കവറും കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി കൊള്ളാം. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പാണ്.
ഡീസലല്ലേ? 1.19 1.20 റേഞ്ചിനകത്ത് ഓടിയിട്ടുണ്ട്. ഡീസലല്ലേ? ഡീസലാണ്. എഞ്ചിന് ഇത് ടൈമിംഗ് ചെയിനൊക്കെ മാറിയിട്ടുണ്ട്. മാറിയിട്ടുണ്ട്. സ്ക്രാച്ച് ഒന്നും കാണുന്നില്ല, തുരുമ്പായിട്ടില്ല. ഡോർ പാഡൊക്കെ നോക്കിയാലും ആവറേജ് ലെവലിൽ വൃത്തിയുണ്ട്. പഴമയുടെ രീതിയിൽ വന്നിട്ടുള്ളതാണ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ബാക്ക് സൈഡ് നോക്കിയാലും പഴയ സീറ്റ് കവർ കിടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ടയറൊക്കെ അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ഉണ്ടോ ഇതിൽ? ഇല്ല. ഓക്കെ, വണ്ടി ഓരോ കാണാനും ഒരു വിധം വൃത്തിയുണ്ട്. ഇവിടെ ടൈലാകുമ്പോൾ ചെറുതായിട്ടത് പൊട്ടിയിരിപ്പുണ്ട്. അല്ലാത്ത പക്ഷം വണ്ടി കാണാൻ വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് ഗ്ലാസ് മാത്രം, വേറെ ഒന്നുമില്ല. അതുണ്ട്. ഓക്കെ, ഫ്രണ്ട് സൈഡ് കംപ്ലൈൻസ് വല്ല? അങ്ങനെ വേറെ മേജർ ഇടിയോ ആക്സിഡന്റ് അങ്ങനെയൊന്നുമില്ല. ഓക്കെ, എത്ര ചോദ്യം എത്രയാണ് ഇത്? നമുക്ക് ഒരു 65 രൂപയ്ക്ക് പുതിയ ഇൻഷുറൻസ് ഉൾപ്പെടെ എടുത്ത് കൊടുക്കാം. ബാക്കിൽ ടൈലാകുമ്പോൾ ചെറുതായിട്ട് പൊട്ടിയിരിപ്പുണ്ട്, അത് മാറി കൊടുക്കും? അത് ഈ കിടക്കുന്ന കാണുന്ന കണ്ടീഷനിലാണ്, കാരണം ഈ ചെറിയ വിലകളുള്ള വണ്ടികൾക്ക് നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. 1-2 വണ്ടി, അത് ഈ ഒരു വണ്ടി ഒരു 45 രൂപയുടെ വണ്ടി, ടെസ്റ്റ് ഡ്രൈവ് പോയ വണ്ടി എന്നുള്ള രീതിയിൽ, ടെസ്റ്റ് ഡ്രൈവിന് പോയപ്പം തട്ടിയതോ ഗ്ലാസ് പൊട്ടിയതോ ആവാം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം എന്നാണ് എൻ്റെയും പ്രതീക്ഷ. അപ്പം ആ രീതിയിൽ ആ വണ്ടി മാത്രമാണ് ഞാൻ നോക്കിയിട്ട് ഒരു ഇത്തിരി ഡാമേജ് ആയിട്ടുള്ളൊരു വണ്ടി, അല്ല വേറെയുള്ള വണ്ടികളെല്ലാം അത്യാവശ്യം നല്ല വണ്ടികളായിരുന്നു. അപ്പം നല്ല വണ്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ചാടി കയറി വന്നെടുക്കരുത്. നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് വേണം വണ്ടികൾ എടുത്തുകൊണ്ട് പോകാൻ. അപ്പോൾ ഓണം പ്രമാണിച്ച് വില കുറഞ്ഞ വണ്ടികളിലും നല്ല വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നല്ല വണ്ടികൾ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.